നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏഞ്ചലേ ഏഞ്ചലേ ഹെൽപ്പ് ചെയ്യടി ഒന്ന് നോക്കി നിൽക്കാതെ. ദേവികേച്ചി പറഞ്ഞതിന്റെ പേരില് നീ ഇഷ്ടമല്ലാത്തൊന്നും കാട്ടിക്കൂട്ടണ്ട. അഞ്ചിതേ അമ്മ ഒന്നും മിണ്ടായിരുന്നേ. ഈ കല്യാണം എങ്ങനെങ്കിലും മുടക്കണമെന്ന് കരുതി കൂട്ടി നിൽക്കുന്നവളാ ഇവള്. അഞ്ചിതേ, നിന്റെ സഹായമേ എനിക്ക് വേണ്ട. നിന്നെ കാണുന്നത് നെഗറ്റീവാ. നീ എന്റെ കൺമുമ്പിൽ ഇതൊന്ന് പോവാൻ നോക്ക്. അഞ്ചുതേ, എന്ത് വർത്താൻ അഞ്ചുതേ നീ പറയുന്നേ? ഗോപിക നിന്റെ കല്യാണം മുടക്കാൻ വേണ്ടി കണക്ക് കൂട്ടി നടക്കുന്നു. അങ്ങനെ ഇവൾ ആഗ്രഹിച്ചിരുന്നെങ്കില് ഇപ്പൊ നീ ഇവിടെ ഇങ്ങനെ വധുവിന്റെ വേഷത്തിൽ ഇരിക്കില്ലായിരുന്നു മോളെ. അഞ്ചുതേ, പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ഈ ഒരു നേരത്ത് മുഷിന്റെ ചിന്തകളൊക്കെ ഒഴിവാക്കി നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നേ. ഇതെല്ലാം വീട്ടിൽ വെച്ച് ഞാൻ പറഞ്ഞതല്ലേ മോളെ. ഇനിയെങ്കിലും നീ ഇതൊന്ന് അവസാനിപ്പിക്ക. നീ വന്ന് പോട്ടെ, സാരമില്ല. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. വാ. എന്നെ വിട്, എന്നെ വിട്. പോട്ടെ, ഞാൻ പോട്ടെ. മാമ എന്നെ പോട്ടെ മാമ. എന്നെ പോട്ടെ മാമ. പോണം വിട് മാമ. പോട്ടെ ഞാൻ. അയ്യോ ഏഞ്ചൽ, ഏഞ്ചലേ, ഏഞ്ചലേ, ഏഞ്ചലേ. ഏഞ്ചലേ, ഏഞ്ചലേ. അച്ഛാ, നിന്നോട് മുറിയിരിക്കാനല്ലേ പറഞ്ഞത്? നീ പുറത്തിറങ്ങി എന്ത് ചെയ്യാ? ഞാന് ഏഞ്ചലെ കണ്ടു വെച്ചാ. ദേ അവിടെ, ദേ അവിടെ. എന്നെ വീട്. സിദ്ധു വേണ്ട, സിദ്ധു ഏഞ്ചൽ വേണ്ട, അങ്ങോട്ട് പോണ്ട സിദ്ധു. അയ്യോ അയ്യോ ഏഞ്ചൽ. സിദ്ധു നിന്നോട് വെറുതെ നിൽക്കാനല്ലേ പറഞ്ഞത്? ഏഞ്ചല്, ഏഞ്ചല് പോയി അച്ഛാ. തിരിച്ചു പോ സിദ്ധു. അയ്യോ ഏഞ്ചല് പോയി അച്ഛാ. അയ്യോ ഏഞ്ചല് പോയി. അയ്യോ ഏഞ്ചല് പോയി അച്ഛാ. കാണട്ടെ ഏഞ്ചലിനെ. ഏഞ്ചല് വരും മോനെ, സങ്കടപ്പെടാതിരിക്കെ. എന്നെ വീട് അച്ഛാ, ഞാൻ പോട്ടെ. ഏഞ്ചല് കാണട്ടെ അച്ഛാ. ബഹളം കൂട്ടാതിരിക്കെ. ഏഞ്ചല് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് വെറുതെ നിൽക്കെ. സിദ്ധു പറയുന്ന കേക്ക്. എനിക്ക് ഏഞ്ചലിനെ കാണണം അച്ഛാ. ബഹളം ഉണ്ടാക്കാതെ, പറയുന്ന അനുസരിക്ക്. എനിക്ക് ഏഞ്ചലിനെ കാണണം. വീടച്ഛാ. സിദ്ധു അയ്യോ ഏഞ്ചൽ, വീടച്ഛാ. എന്നെ വീട് മോനെ. വേണ്ട മോനെ, സിദ്ധു വെറുതെ നിൽക്കെ. സിദ്ധു വന്നേ. അപ്പു, ഇവൻ പുറത്തിറങ്ങാൻ നോക്കാനല്ല നിന്നെ ഏൽപ്പിച്ചത്. കണ്ടില്ലേ, കണ്ടില്ലേ ഇവൻ ഇവിടെ വന്ന് നിൽക്കുന്നേ? സോറി സർ. എന്തു സോറി?
നീ എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നതാ. ഇടയ്ക്കൊന്ന് പുറത്തു പോയിട്ട് വന്ന് വാതിൽ തുറന്നപ്പോ സിദ്ധു ഇറങ്ങി ഓടി. സിദ്ധു, ഞാനും പുറകെ ഉണ്ടായിരുന്നു, പക്ഷെ മിസ്സായി പോയി. നീ ഇവനെ മുറിയിലേ കൊണ്ടോ. സിദ്ധു, കല്യാണം കഴിയുന്നവരെ ഇവൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. അറിയാലോ, ഇവൻ പുറത്തിറങ്ങി കൺട്രോൾ ഇല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാ അത് കല്യാണത്തെ ബാധിക്കും. ആ ഓർമ്മ വേണം. വിളിച്ചോണ്ട് പോയവനെ. സിദ്ധു, അപ്പൊ എന്നോടൊപ്പോ പോവാനാ പറഞ്ഞ. പോ. വന്നേ. എനിക്ക് ഉപകാരപ്പെട്ട കുടുംബത്തിനോടാണല്ലോ ഞാൻ ഇത്രയും വലിയ ചതി ചെയ്തത്. ആ പാവം മനുഷ്യനും അദ്ദേഹത്തിൻ്റെ പേരമകളും ചതിയിൽപ്പെടാൻ പാടില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ച് എല്ലാ സത്യങ്ങളും പറയണം. ചിലപ്പോൾ അദ്ദേഹം വിവാഹമണ്ഡപത്തിൽ വല്ല തിരക്കിലുമായിരിക്കും. അതുകൊണ്ടാവും കോൾ എടുക്കാത്തത്. നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്ന് അദ്ദേഹത്തെ കണ്ട് വിവരം പറയാം. എല്ലാ സത്യവും തുറന്നു പറയാം. ആ നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞ കക്ഷി. പറഞ്ഞതുപോലെ മയക്കുമരുന്ന് കലക്കി കൊടുത്ത് ആള് മാറിപ്പോവാതെ അവൾക്ക് തന്നെ കൊടുക്കണം. അവള് മയങ്ങി തുടങ്ങുമ്പോ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നീ അവളെ ഹോളിന്റെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഞങ്ങളുണ്ടാവും. ഓക്കെ, ഞാൻ ഏറ്റു. നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഗോപിയെ ഞാൻ എത്തിക്കാം. ഇന്ന് പോയി നമുക്ക് പിന്നെ സംസാരിക്കാം. അത് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഋഷി, എന്തെങ്കിലും പ്ലാനിങ് ആണോ? ഏയ് ഇല്ലില്ല. എന്താ ജാനകി, അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. നീ വേഗം അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. ദയവിട്ട് അങ്ങോട്ട് പോവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.